ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സൺഡേ ആയിട്ട് നമ്മൾ കറങ്ങാൻ പോവേണ്ട. ഇവിടെ പോണേമോ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവേണ്ട. അപ്പൊ നമ്മള് മാത്രല്ല, എന്റെ കസിൻസ് ഒക്കെ കൂടി ഉണ്ട്. പൂപ്പത്തിലാണ്. പിന്നെ പൂപ്പത്തില് വീട് പൂപ്പത്തിലാണ്. അപ്പൊ നമുക്ക് ഇനി അവരെ പോയിട്ട് പിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് കുറേ പേര് ഇങ്ങനെ വണ്ടി നിർത്തിയേക്കണം കണ്ടിട്ട്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോഴാണ് അവിടെ മാനിൻ്റെ കൂട്ടങ്ങൾ നിൽക്കണ്ടായിട്ട്, മാൻകൂട്ടം. അപ്പം ഞാനിങ്ങനെ ആദ്യമായിട്ട് കാണാണ്ട്. നമ്മൾ മൃഗശാലയിലൊക്കെ പോയി കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഡയറക്റ്റ്ലി കാട്ടിൽ കൂടെ പോകുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മൾ രാവിലെ പോയാലും ഞങ്ങൾ ചായ കുടിച്ചിട്ടുണ്ടായില്ല കേട്ടോ. അപ്പം നമ്മൾ അതിരപ്പള്ളിക്ക് പോകുന്ന വഴിക്കൊക്കെ ഫോറസ്റ്റാണ്, അപ്പോൾ അവിടെ കടയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങളവിടെ എത്തുന്നേക്കാൾ മുമ്പ് ഒരു കടയിൽ കയറിയിട്ട് ചായയൊക്കെ കുടിച്ചിട്ടാണ്. പിന്നെ നമ്മൾ ഫസ്റ്റ് പോയത് അതിരപ്പള്ളിയിലേക്കല്ല, നമ്മൾ അതിന് പോണ വഴി തന്നെ തുമ്പൂർ മൊഴി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഹാങ്ങിങ് ബ്രിഡ്ജ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് ഫസ്റ്റ് പോയിട്ട്. അപ്പോൾ അതിൻ്റെ എൻട്രൻസ് ആണ് അതിട്ടാ. പിന്നെ ഈ ഒരു ബ്രിഡ്ജ് ഉണ്ട്, അതിൽ കൂടെ കയറിയിട്ട് നമ്മൾ താഴത്തെത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ അവിടെ നിന്നാൽ തന്നെ നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ, വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതിൻ്റെയൊക്കെ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ പോയിരുന്ന് നല്ല കണ്ട്. പിന്നെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. നല്ല ഭംഗിയായിട്ട് കാണാറുണ്ട്, നല്ല പച്ചപ്പും അതിൻ്റെ കൂടെ വെള്ളമൊക്കെ. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ മഴ കുറവായതുകൊണ്ട് അധികം വെള്ളമില്ല കേട്ടോ, അല്ലെങ്കിൽ നല്ല വെള്ളമുള്ളതാണ്. ഇപ്പോൾ വെള്ളം കുറവാണ്, ഇവിടെയും വെള്ളം കുറവാണ്. അതിരപ്പള്ളിയിൽ ഇനി എങ്ങനെയാണെന്ന് അറിയില്ല, അവിടെ പോയാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ കാണുന്നുണ്ട് ഹാങ്ങിങ് ബ്രിഡ്ജ്. നെക്സ്റ്റ് നമ്മൾ അവിടെ ഉണ്ടാക്കി കയറാൻ പോണത്. നല്ല വെയിലായിരുന്നിട്ടാണ് നമ്മൾ ആ ബ്രിഡ്ജിന്മേൽ കയറുന്ന സമയത്ത്. അവിടെ നിന്ന് ഫോട്ടോസൊന്നും അധികം എടുക്കാനൊന്നും പറ്റിയില്ല, കാരണം ഭയങ്കര വെയിലായിരുന്നു അവിടെ. മഴക്കാലം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മഴയൊന്നും ഉണ്ടായില്ല. നമ്മൾ നല്ല വെയിലുള്ള സമയത്താണ് ഞങ്ങൾ ചെന്നേട്ടാം. പിന്നെ ഞങ്ങൾക്ക് നമ്മൾ കയറാൻ നോക്കിയപ്പോൾ അനുവിന് കുറച്ച് പേടി ഉണ്ടായിട്ട്, അപ്പോൾ അവൾ ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുഴപ്പമുണ്ടായില്ല കേട്ടോ. അത് ജസ്റ്റ് ഇങ്ങനെ എല്ലാവരും നടക്കുമ്പോൾ ഒന്ന് ഷെയ്ക്ക് ചെയ്യാനുണ്ടായി. അവിടെ നിന്നുള്ള വ്യൂ കാണാനായിട്ട്, ആ പാലത്ത് വന്നിട്ടുള്ള വ്യൂ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല പച്ചപ്പൊക്കെയായിരുന്നു, സൈഡിൽ നല്ലോണം മരങ്ങളൊക്കെ നിൽക്കണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകി വന്നെ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നമ്മൾ വെയിലില്ലാത്ത സമയത്ത് ഒരു ഉച്ച കഴിഞ്ഞിട്ടൊക്കെയാണ് വന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് അവിടെ നിന്ന് വീഡിയോയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ നമ്മൾ തുമ്പൂർ മൊഴിയിൽ നിന്ന് നേരെ അതിരപ്പള്ളിയാണ് പോണത്. അപ്പോൾ സൈഡിലൊക്കെ നിറച്ച് വണ്ടികളും കാര്യങ്ങളായിരുന്നു. സൺഡേ ആയാലും തന്നെ എല്ലാവർക്കും ഫ്രീ ആണല്ലോ, അപ്പോൾ കുറേ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല അടിപൊളി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കുറേ ഡോൾസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്, അതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ എൻട്രൻസ് ഇതാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഇതിലാണ് കയറി പോണേട്ടാ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തില്ല, കാരണം ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആളുടെ അമ്മ അവിടെ വർക്ക് ചെയ്യണ കാരണം നമുക്ക് അങ്ങനെ ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട കാര്യം ഉണ്ടായില്ല, ഫ്രീ പാസ് ആയിരുന്നത് നമുക്ക്. പിന്നെ നമ്മളവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയിട്ടാ. പിന്നെ അപ്പോൾ കുടിക്കാനായിട്ട് ഇനി താഴത്തേക്ക് ഇറങ്ങിയാൽ വെള്ളം കിട്ടാനായിട്ടൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഏട്ടൻ്റെ ഇവിടുന്ന് ഷോപ്പിൽ നിന്ന് വെള്ളം വാങ്ങിക്കണം കേട്ടോ. നമുക്കിവിടെ സ്റ്റിക്കറൊക്കെ പിടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുപ്പിയൊക്കെ ഇവിടെ അറിയാണ്ടിരിക്കാൻ വേണ്ടിയാണ്. തിരിച്ച് നമ്മൾ പോകുമ്പോൾ ഗേറ്റിനോടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈസ നമുക്ക് തിരിച്ച് കിട്ടും. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ അടിയിലത്തെ വെള്ളച്ചാട്ടം കണ്ടിട്ടാണ് മുകളിലേക്ക് കയറാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിലാണ് പോകണേട്ടോ. അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡിലൊക്കെ നമുക്ക് ഇങ്ങനെ തട്ടായിട്ട് ഇങ്ങനെ ഇറങ്ങാനായിട്ട് മുളയും കൊണ്ട് രണ്ട് സൈഡും ഇങ്ങനെ കെട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കൂടെയാണ് ഇങ്ങനെ ഇറങ്ങി നമ്മൾ പോകേണ്ടത്. പിന്നെ നമ്മൾ നോക്കി നടക്കണം കേട്ടോ, അവിടെ കല്ല് വെച്ചിട്ടാണ് ഇങ്ങനെ നടപ്പാതി ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും നടക്കാനായിട്ട്. അങ്ങനെ ഈ അവസാനം നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. അടിപൊളിയാണ് ഇവിടുത്തെ വ്യൂ കാണാനായിട്ട്. ഒരുപാട് പേരുണ്ടാകും കേട്ടോ, നല്ല തിരക്കാണ്. നമ്മൾ ചെന്നപ്പോൾ ജസ്റ്റ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തൊന്നും പോയി നമുക്കൊന്നും അപ്പം നിൽക്കാൻ പറ്റണ്ടായില്ല കേട്ടോ, കാരണം കുറേ പേരുള്ളായിരുന്നു, സൺഡേ കൂടി ആണല്ലോ. പിന്നെ അവിടെ നടന്ന് കയറാനാണ് കേട്ടോ ബുദ്ധിമുട്ട്. അപ്പോൾ എനിക്ക് ഇച്ചിരി പ്രയാസം ഉണ്ടാകും. ഞാൻ ബാഗും കയ്യിൽ വെള്ളം കുപ്പിയും എല്ലാം കൂടി വെച്ചിട്ട് എനിക്ക് കയറാനായിട്ട് പറ്റണ്ടായില്ല. അപ്പോൾ അനിയനാണ് കേട്ടോ, അപ്പോൾ അവനാണ് എന്നെ കയറ്റണത്. അവരെല്ലാവരും മുകളിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഏട്ടനാണെങ്കിൽ വീഡിയോ എടുക്കുമായിരുന്നു. അപ്പം നല്ല വെയിലുണ്ടെങ്കിലും പക്ഷെ നമുക്ക് ആ വെയിലൊന്നും അറിയണ്ടായില്ല കേട്ടോ, കാരണം അവിടെ ഭയങ്കര കൂളിംഗ് ആയിരുന്നു. നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം നമ്മളെ മേതിങ്ങനെ തെറിക്കണുണ്ടായിരുന്നു. അപ്പം നല്ല തണുപ്പും നല്ല കാറ്റും ആയിരുന്നു. അത്രയ്ക്ക് ഫോഴ്സിലുള്ള മുകളിൽ നിന്നാണ് നമ്മൾ വെള്ളം വീഴുന്നത്. അപ്പോൾ അവിടെ നിന്നിട്ടുള്ള വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ പോകാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോകണം കേട്ടോ, അടിപൊളി പ്ലേസാണ്. നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് ചില്ല് ചെയ്യാൻ പറ്റുന്ന പ്ലേസാണ് കേട്ടോ. അപ്പോൾ കുറേ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ അല്ല കേട്ടോ, തമിഴ്നാട് കർണാടകയിൽ നിന്നൊക്കെയാണ് ഇഷ്ടം പോലെ പേര് വന്നേക്കണം കേട്ടോ. അപ്പോൾ കുറേ വ്യത്യാസങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കാനൊക്കെ കുറേ റെസ്റ്റ് ഏരിയയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ആദ്യമൊന്നും ഇങ്ങനെ ഉണ്ടായില്ല കേട്ടോ, ഞങ്ങൾ ആദ്യം വന്ന സമയത്തൊന്നും.
നമ്മൾ അടിയിൽ നിന്ന് ഇങ്ങനെ വെള്ളച്ചാട്ടം കണ്ടിട്ട് നമ്മൾ മുകളിൽ കയറിയിട്ട് പിന്നെ ഞാൻ അവിടുത്തെ വ്യൂ കണ്ട കാണണേ. അപ്പം നല്ല മഴയുള്ള സമയത്താണ് തെങ്ങാടൊക്കെ വന്നത്. എന്നാലാണ് വെള്ളച്ചാട്ടമൊക്കെ ശരിക്കും നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നത്. മറ്റേ ആ വലിയ വെള്ളച്ചാട്ടമൊക്കെ കുറവായിരുന്നിട്ടാ. കാരണം ഒറ്റ ഇതിൽ ഒഴുകേണ്ടതൊക്കെ 2 ഭാഗമായിട്ടാണ് ഒഴുകിപ്പോയത്. കാരണം വെള്ളം കുറവാണ്, മഴ കുറവാണെന്നല്ല. നിങ്ങൾ പോകുമ്പോൾ അപ്പം നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് പോകാൻ നോക്കിയിട്ട് അപ്പോഴായിരിക്കും നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റണത്. പിന്നെ അവിടെ ഈ പൈനാപ്പിളും മാങ്ങയൊക്കെ ഇങ്ങനെ ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് അപ്പം ഞങ്ങൾ പൈസ നേരത്തെ കൊടുത്തിട്ടാണ്. പിന്നെ നമുക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നേരെ കുറച്ചങ്ങോട്ട് പോന്നിട്ട് നമ്മളൊരു സ്ഥലത്ത് ഫുഡ് കഴിക്കാനായിട്ട് കയറിയത്. അപ്പം ഞങ്ങളെല്ലാവരും ബിരിയാണിയാണ് പറഞ്ഞത്. വേറെ ചോറ് ഉണ്ടായിരുന്നു, അത് കഴിച്ചില്ല. ബിരിയാണിയുള്ള എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഒരാൾ ബീഫ് ബിരിയാണി പറഞ്ഞ്, പിന്നെ ബാക്കിയുള്ളവരും ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത്. കുഴപ്പമുണ്ടായില്ല കേട്ടോ. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഫുഡിനൊന്നും വലിയ ഹൈപ്പ് കൊടുക്കാൻ പാടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഉള്ളിലേക്ക് കയറിയ ഏരിയ കാരണം നമ്മളിവിടെ കിട്ടുന്ന ബിരിയാണിയുടെ അത്രയും ഇതുണ്ടാവില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം കൊള്ളാവുന്ന നല്ലൊരു ബിരിയാണിയായിരുന്നു കേട്ടോ. എല്ലാവരും കഴിച്ച്. അപ്പം നമ്മളവിടെ നിന്ന് ഒരു 3 മണിയായപ്പോഴേക്കും ഇറങ്ങിയിട്ടാക്കാൻ അനുവിന് ഡ്യൂട്ടിക്ക് കയറണമായിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പം നമ്മൾ വേഗം നേരത്തെ തന്നെ പോന്നിട്ട് അധികം വൈകാനൊന്നും നിന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.